വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുള്ള ഒരു സമുദായമാണ് നാടാർ സമുദായം. അങ്ങനെ തന്നെ ഒരു മതേതരത്വ സ്വഭാവമുള്ള ഒരേ ഒരു കമ്മ്യൂണിറ്റിയാണ് നാടാർ സമുദായം എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എടുത്തു പറയാവുന്ന അത്തരത്തിലൊരു സമുദായം വിവിധ മതങ്ങളിലും സഭകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സമുദായമാണ് നാടാർ സമുദായം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നാടാർ സമുദായത്തെ ബോധപൂർവം വിഭജിച്ച് നടത്തുന്ന നടപടികളുമായാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ അടുത്തിടെ ഒരു ED അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CSI എന്ന സഭ, നാടാർ സമുദായം കൂടുതലായുള്ള തെക്കൻ കേരളത്തിലെ വലിയൊരു സഭയാണ് CSI സഭ. വിശ്വാസത്തിന്റെ പേരിലാണ് ഞങ്ങൾ CSI സഭയായാലും മറ്റ് സഭകളായാലും മതങ്ങളെയൊക്കെ ആശ്രയിക്കുന്ന ഞങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ED ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പലവിധമായ പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള കളികളൊക്കെ നമ്മൾ ഈ അടുത്ത കാലങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അത് ഈ സമുദായത്തെ വെച്ച് വിലപേശുന്ന തരത്തിലുള്ള നീക്കവുമായി മുമ്പോട്ട് പോകാൻ ഈ സമുദായം ഒരിക്കലും അനുവദിക്കില്ല. അത്തരത്തിലുള്ള നീക്കം സഭയുടെ ആഭ്യന്തര വിഷയങ്ങൾ അത് അവിടെ തീരേണ്ടതാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അത് അവിടെ തന്നെ മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അതിന് നിയമ നടപടികളാവാം, അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം. അതൊന്നും നമുക്ക് തർക്കമുള്ള കാര്യങ്ങളൊന്നും. പക്ഷേ ഈ സമുദായത്തെ ആകമാനം മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ സമുദായത്തെ ബോധപൂർവം ചൂഷണം ചെയ്തുകൊണ്ട് വോട്ട് സംഘടിപ്പിക്കാമെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മോഹം മാത്രമാണ് എന്നാണ് എനിക്ക് പറയാൻ വേണ്ടി.